അല്ലാഹു പരിശുദ്ധനാണ്, അതിപരാശക്തിയാണ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥാവകാശം അവന്റെ കൈകളിലാണ്. സർവ വസ്തുക്കളുടെയും അധീക്ഷാധികാരിയും പടച്ചവൻ തന്നെ. അവൻ തന്നെയാണ് മരണത്തെയും ജീവിതത്തെയും ഒരു ചോദ്യചിഹ്നമാക്കിയവൻ. അവൻ തന്നെയാണ് മരണത്തെയും ജീവിതത്തെയും ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയവൻ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അവനാണ് മരണത്തെ സൃഷ്ടിച്ചവൻ, അവനാണ് ജീവിതം നമുക്ക് നൽകിയവൻ. ലിയബ്ലുവക്കും, അതിലൂടെ നിങ്ങളെ പരീക്ഷിക്കാൻ. അയ്യുക്കും അഹ്സനു അമലാ, ഈ മരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാരാണ്? ഇനി ഒരുപാട് സമ്പത്തുകൾ കൊടുത്ത് ഈ ഭൗതികമായ ലോകത്ത് അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുന്നവനുണ്ട്. അവനിലും നിനക്കൊരു പാഠമുണ്ട്. ആ പാഠം മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയുവാനും അവനിലേക്ക് മടങ്ങുവാനും ആരാണ് യോഗ്യനെന്നറിയാൻ ഈ ദുനിയാവിൽ മരണവും ജീവിതവും ഒരു പരീക്ഷണ വസ്തുവാക്കിയവൻ നാഥനത്രേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹു പറഞ്ഞ വാക്കാണ്. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത എന്നാണ്. ഖലഖൽ മൗത രണ്ടാമതാണ്, വൽ ഹയാത്ത പറഞ്ഞത്. ആദ്യം മൗത മരണം, രണ്ടാമതാണ് ഹയാത്ത് ജീവിതം. അപ്പൊ മരണമാണ് തുടക്കം ഓർത്തോളി. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വീട് വെക്കുന്നത്. ചിലപ്പോൾ ആ വീടായിരിക്കും വെള്ളത്തിൽ പോവുക. അപ്പൊ ആദ്യം എന്തായി? അത് മരണമായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആദ്യം നമ്മുടെ മുന്നിൽ പറയുന്നത് മരണമാണ്. കുറച്ച് ഡിലേ ഒരേപോലെ വരട്ടെ, എല്ലാം കൂടെ പ്രസംഗിച്ച് കഴിഞ്ഞ് പിന്നെ ഇട്ട് കേൾക്കുമ്പോൾ എന്തോ പോലെ ഒരു മനസ്സിലായില്ല. ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് മരണമാണ്. നമ്മൾ എപ്പോഴും ആ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കണം. അതിനാണ് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുന്നത്. നല്ല സുഖലോലുപരായി കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ഒരിക്കലും അള്ളാഹയെ കുറിച്ച് ഓർക്കാൻ എനിക്കും കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല. നല്ല സുഖലോലുപരായിരിക്കുമ്പോൾ നമ്മൾ ആരാ അള്ളാഹയെ കുറിച്ച് ഓർക്കുക? അവൻ നല്ല സുഖലോലുപനായി കഴിഞ്ഞുകൂടുമ്പോൾ അവൻ അള്ളാഹ്ന്നും ഇല്ല, റസൂലുള്ളാഹി ഇല്ല, പള്ളിയില്ല, പട്ടണമില്ല. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ അവൻ പെട്ടെന്ന് അള്ളാഹയെ വിളിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പിന്നീട് അള്ളാഹയെ വിളിക്കും, പെട്ടെന്നൊരു ദുആ ചെയ്യാൻ പറയും, ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യും. ഇതല്ലാതെ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടി അവൻ ആരും ആദ്യമേ ദുആ ചെയ്യാറുമില്ല, ശുക്ർ ചെയ്യാറുമില്ല. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അപാകതകൾ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധമായ ഖുർആൻ. വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ആദമിന്റെ മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, പടച്ചവൻ നമ്മളെ ആദരിച്ചു, നമ്മെ ബഹുമാനിച്ചു. അല്ലാഹു നമ്മളെ ആദരിച്ചു. മനുഷ്യന്റെ വില ആദ്യം മനസ്സിലാക്കി. മനുഷ്യന്റെ വില, ഈ ഇരിക്കുന്ന നിങ്ങളുടെ വില, ഈ പ്രസംഗിക്കുന്ന എന്റെ വില, അത് ആദ്യം മനസ്സിലാക്കി. അല്ലാഹ് പറഞ്ഞ വാക്കാണ് സൂറത്ത് ബനി ഇസ്രായീൽ. വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് അല്ലാഹു ആണ് പറയുന്നത്. മാത്രമല്ല വഹമൽനാകും ഫിൽ ബർരി വൽ ബഹർ, അവർക്ക് കരയിലും കടലിലും സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങളെ നാം അവർക്ക് നൽകിയില്ലേ. എത്ര വാഹനം! ഇപ്പൊ നമ്മൾ വാളിന് വന്നു, ഓട്ടോറിക്ഷയിൽ വന്നവരുണ്ട്, ബൈക്കിൽ വന്നവരുണ്ട്, കാറിൽ വന്നവരുണ്ട്, ജീപ്പിൽ വന്നവരുണ്ട്, പെട്ടിയോട്ടോയിൽ വന്നവരുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ നടന്നു പോകാറില്ലല്ലോ. പണ്ടൊക്കെ നബിതങ്ങൾ പറയുന്നത് ഒരാൾ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് നടന്നു പോകുന്നവർക്കാണ് കൂലി കൂടുതലെന്നാണ്. പക്ഷേ ഇന്ന് ആരും നടന്നു പോകാറില്ല, വലിയ വാഹനങ്ങളിലെ പള്ളിയിലെത്തുള്ളൂ. അത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല, ഹത്താ യർകബന്നാസു അലൽ മയാസിർ,
ജനങ്ങൾ ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വയഅതൂന അലാ അബ്വാബിൽ മസാജിദ് നമസ്കരിക്കാൻ വേണ്ടി വാഹനങ്ങളിൽ പള്ളിയുടെ തിരുമുറ്റത്തിലേക്ക് വരുന്ന ഒരു കാലം സംജാതമാകാതെ ലാ തഖൂമുസ്സാ ലോകമസ്തമിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാവരും വാഹനത്തിലെ പള്ളിയിൽ വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. ഇന്ന് അങ്ങനെയല്ലേ? നടന്നു പോകുന്നവരാരാ? ഇനി നടന്നു പോകാൻ നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ച ഭാര്യ പറയും, നിങ്ങൾ നടന്നു പോലെ പേപ്പട്ടിയുണ്ട്, നായുണ്ട്, ശല്യമാണ്, നിങ്ങൾ അതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോന്ന് പറയും. നടക്കൂല. പക്ഷെ നബിതങ്ങൾ പറഞ്ഞതോ ബശീരിൽ മശാഈന ഫിൽ ളുലം, നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ നടന്നുകൊണ്ട് മസ്ജിദിലേക്ക് പോകണേ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സന്തോഷ വാർത്ത നൽകിയിരിക്കുകയാണ്. നാളെ സ്വർഗത്തിൽ അവർക്ക് പ്രകാശമാണ്, ഖിയാമത്തിൽ അവർക്ക് ആനന്ദമാണ്, നാളെ ആഖിറത്തിൽ അവർക്ക് വെളിച്ചമാണ്. നടന്നു പോകുന്നവർക്ക് കൂലി കൂടുതൽ കിട്ടും. വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് നടന്നു പോകണം. പക്ഷെ ഇന്ന് വാഹനത്തിലാണ് പോകുന്നത്. ശരിയായിക്കോട്ടെ, വാഹനത്തിൽ പോയതുകൊണ്ട് കൂലിയൊന്നും കുറയൂല, അത് കൂലി കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ നബിതങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ഖിയാമത്ത് നാൾ വരുമ്പോ ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ പറഞ്ഞു, ആ ഖിയാമത്ത് നാള് വരുന്നതിന് മുമ്പ് എന്റെ സമുദായം വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് മസ്ജിദിലെത്തും, പള്ളിക്കൽ നിസ്കരിക്കാൻ വരും. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കതാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാത്ര ചെയ്യാൻ കടലിലും കരയിലും, കടലിലോ സ്പീഡ് ബോട്ട് ഉണ്ട്, ആഡംബര കപ്പലുകളുണ്ട്, ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കടലിൽ. അതിലേക്ക് നമ്മൾ കടന്നാൽ ആ വിഷയത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. എന്തായാലും വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അല്ലാഹു തആല കടലിലും കരയിലും യാത്ര ചെയ്യാൻ അല്ലാഹു തആല സൗകര്യം നൽകി. എന്നിട്ട് അല്ലാഹു തആല മറ്റൊരു വാക്കോടെ, വെറുതെ അല്ല, വറസഖനാഹും മിനത് ത്വയ്യിബാത്ത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം നാം നിങ്ങൾക്ക് ഒരുക്കിയില്ലേ, നൽകിയില്ലേ. നല്ല നല്ല ഭക്ഷണം തരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കണ്ട പാമ്പിനെയും ചേരയും പട്ടിയെയും പന്നിയും പൂച്ചയും പിടിച്ച് തിന്നിട്ട് രോഗങ്ങൾ പിടികൂടും. ചൈനയിലും മുസ്ലിങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പുതിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പുതിയ റിപ്പോർട്ടാണ്. ഇപ്പൊ 20 ലക്ഷം പേരൊക്കെ വന്നെന്നാണ്. 20 ലക്ഷത്തോളം പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും പള്ളികൾ പൂട്ടിക്കുകയും ആലിമീങ്ങളെ തെരുവിലിറക്കുകയും ഖുർആൻ മുഴുവൻ കത്തിക്കുകയും ചെയ്ത പ്രൈം മിനിസ്റ്റർ ഓരോ മസ്ജിദ് കയറി ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയാ. പണ്ട് ഫിറോൻ മൂസാ നബി എതിർത്തതുപോലെ അവസാനം മൂസാ നബിയുടെ കാല് പിടിച്ച് ഫിറോൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ലോകം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സാഹചര്യവും ഖുർആനുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി തരാം. അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. തെളിവാണ്. പണ്ടൊക്കെ ഒരു ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ അയാൾ ചുമ്മാ വെറുതെ അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ പറയും. ഇപ്പൊ കള്ളം പറയാൻ പറ്റൂലല്ലോ, വാട്സപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ നമുക്ക് കിട്ടാത്തത് ഖുർആനാണ്. ഈ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലാത്തോ നടക്കൂല. ഇതുപോലെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അതിന് പരിഹാരവും നബി തങ്ങൾ പറഞ്ഞു. നമ്മളിത് സ്വീകരിക്കാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുൻകാലഘട്ടങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത മാരകമായ രോഗങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാകുമെന്നും അതിലൂടെ ധാരാളം മരണം സംഭവിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി 5 കാര്യങ്ങളെ കൊണ്ട് ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, ഔദു ബില്ലാഹ് അൻ തുദ്രികൂഹുന്ന, അല്ലാഹുവേ ഈ മാറാവ്യാധികൾ നൽകി എന്റെ സ്വഹാബത്തിനെ പരീക്ഷിക്കരുതേ അല്ലാഹ്. നബി തങ്ങൾ അവിടെ ജാമ്യം എടുത്തു. സ്വഹാബത്തിനെ പരീക്ഷിക്കല്ലേ പടച്ചവനെ, ജാമ്യം എടുത്തു. സഹാബത്തിനെ നീ പരീക്ഷിക്കല്ലേ പടച്ചവനെ, എന്റെ സഹാബത്തിനെ പരീക്ഷിക്കല്ലേ പടച്ചവനെ. 5 കാര്യങ്ങൾ ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടാ പോയത്. അതിൽ ഒന്നെന്താണ്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാ التي لم تكن مضت في أسلافهم الذين مضوا.
ഏതൊരു നാട്ടിലാണോ, രാജ്യത്തിലാണോ, സമൂഹത്തിലാണോ, വ്യക്തികളിലാണോ, വിദ്യാർത്ഥിനികളിലാണോ അശ്ലീലങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും വ്യാപിക്കുന്നത്, അത് രഹസ്യ സ്വഭാവമാക്കേണ്ടത് അത് പരസ്യമായി മാറുമ്പോ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാ, കൊറോണ പോലെ, പ്ലേഗ് പോലെ, വസൂരി പോലെ മാരകമായ രോഗങ്ങൾ വ്യാപിക്കുകയും വൽ ഔജാ, ശാരീരിക മാസകലം വേദന കൊണ്ട് പുളയുകയും ചെയ്യുന്ന രോഗമുണ്ടാകുമത്രേ. ഏത് കാലഘട്ടത്തിൽ വരാത്ത രോഗം? അല്ലത്തി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീന മളൗ, മുൻകാലങ്ങളിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത രോഗമാ. മുൻകാലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ കേട്ടിട്ട് പോലുമില്ലാത്ത രോഗമാ. ആ മാരകമായ രോഗം ഈ സമൂഹത്തെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അശ്ലീലങ്ങൾ പരസ്യമാകുമ്പോ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കതാണ്, അശ്ലീലങ്ങൾ പരസ്യമാകും. ചൈനയിലൊക്കെ ചുമ്മാ ഉമ്മ വെപ്പാണ്, വെറുതെ അങ്ങോട്ട് ചുംബിക്കൽ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിൽ പോയാലും, കോളേജിൽ പോയാലും, റോഡിൽ പോയാലും, ബസ്സിലിരുന്നാലും ചുമ്മാ ചായ കുടിക്കുന്ന പോലെ, പണ്ട് നയനാര് പറഞ്ഞ പോലെ എവിടെയൊക്കെ ചായ കുടിക്കുന്നത് പോലെ ഒരു പരിപാടിയാണ്. അങ്ങോട്ട് റോഡ് സൈഡിലൊക്കെ വെക്കുക, ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക, ഹായ് ഹോയ്, ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി. അതിലൂടെ എന്ത് സംഭവിച്ചു? ഇപ്പം എന്നിട്ട് കണ്ട പാമ്പിനെ പിടിച്ച് തിന്ന, പട്ടിയെ പിടിച്ച് തിന്ന, പന്നിയെ പിടിച്ച്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പന്നി ഹറാമാക്കി. അള്ളാഹ് കഴിവുള്ളവൻ, അള്ളാഹ് ലോകത്തിന് അധിപരാശക്തി, നമ്മുടെ സൃഷ്ടാവ്, അവൻ പന്നിയെ ഹറാമാക്കിയെങ്കിൽ അത് ഈ സമൂഹത്തിന് നാശാണെന്ന് അള്ളാഹ്ക്കറിയാം. അത് മനസ്സിലാക്കാതെ പന്നിയെ തിന്നവൻ, ആ പന്നിക്കൂട്ടത്തെ അവന്റെ കൈകൊണ്ട് തന്നെ അള്ളാഹു തആല നശിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? എന്തിനാ പിന്നെ അതിനെ കൊന്നുകളഞ്ഞത്? ലക്ഷക്കണക്കിന് പന്നിക്കൂട്ടങ്ങളെ കൊന്നുകളഞ്ഞില്ലേ? ലക്ഷക്കണക്കിന്. ഇത് മനുഷ്യന്റെ ശരീരത്തിന് അത് യോഗ്യമല്ല, മനുഷ്യന്റെ ശരീരത്തിന് പാകമല്ലാതെ, മനുഷ്യന്റെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണമല്ലാതെ, അള്ളാഹു നിരോധിച്ച ഭക്ഷണമാണത്. അത് കഴിച്ചാൽ അവൻ ഇല്ലാത്ത രോഗങ്ങൾ, മാറാത്ത വ്യാധികൾ കൊണ്ട് അവനെ അള്ളാഹു തആല ഇടങ്ങേറാക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണത്, അള്ളാഹു നിരോധിച്ച കാര്യമാണത്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നബി തങ്ങൾ പറയുമ്പോൾ, ഇസ്ലാം പറയുമ്പോൾ നമുക്കത് ഒരു പുച്ഛമായിട്ട് തോന്നും. ശാസ്ത്രം പറയുമ്പോൾ അതെന്തോ വലിയ ഒരു കനകക്കട്ടിയായിട്ട് നമ്മളത് എടുക്കും. ഖുർആൻ പറയുമ്പോൾ നമുക്കതൊരു രസമല്ല. ഖുർആൻ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു അപകർഷതാബോധം പോലെ. പരിശുദ്ധ ഖുർആനും ഹദീസും ചർച്ച ചെയ്യാത്ത ഒരു സാധനവും ഒരു കാര്യവും ഈ ലോകത്തുണ്ടാവുകയില്ല, ഉണ്ടാവുകയുമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവാൻ പോകുന്നുമില്ല. മനസ്സിലാക്കിക്കോ, എല്ലാ കാര്യത്തിനും ഖുർആനിലും ഹദീസിലും തെളിവുണ്ട്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മാരകമായ രോഗം പിടിപെടും, അതിലൂടെ ധാരാളം മരണങ്ങൾ സംഭവിക്കും. മരുന്ന് കണ്ടെത്താൻ കഴിയുകയില്ല, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങലല്ലാതെ വേറെ മാർഗമില്ല. എന്താ മാർഗം? അതുകൊണ്ടല്ലേ പ്രൈം മിനിസ്റ്റർ, അവിടുത്തെ പ്രധാനമന്ത്രി പോലും പോയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത്, മുസ്ലിങ്ങളോട് ദുആ ചെയ്യാൻ പറയല്ലേ? ഈ അടുത്ത സമയത്ത് അമേരിക്കയില് അവിടുത്തെ ഏറ്റവും വലിയ ജനറൽ, അദ്ദേഹം പോലീസ് മേധാവി, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ്. ഖുർആനിന്റെ മുകളിൽ തൊട്ടുകൊണ്ടാണ് ഒരു നസ്രാണി ആലോചിക്കണം സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ ആ ഖുർആന്റെ 2 ആയത്തുകൾ ഓതിയിട്ട് അതിന്റെ അർത്ഥം പറയാൻ വേണ്ടി പറഞ്ഞു. ആ സെനറ്റിൽ പരസ്യമായിട്ട് അത് വായിക്കുകയും അതെല്ലാവരും അത് കേൾക്കുകയും ചെയ്തു. കാലം പോയ പോക്ക്, അള്ളാഹുവിന്റെ ദീൻ വളർത്താൻ അള്ളാഹ് തീരുമാനിച്ചാൽ ഇനി ഏത് വലിയ വമ്പൻ ശക്തി വന്നാലും അവർക്കിടയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദീനിനെ അവിടെ കൊണ്ടുവരും. അതാണ് ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. അതിന്റെ ഒക്കെ തെളിവുകളും ചരിത്രങ്ങളും നമ്മൾ പഠിപ്പിച്ച രോഗങ്ങൾ മനസ്സിലാകും. 800 വർഷം 800 years ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ആലോചിച്ചോളി, 800 വർഷം ഇന്ത്യ ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവിടെ വലിയ പണ്ഡിതന്മാരായിരുന്നു ഭരിച്ചത്. 1911 ഒന്നാം ഭാരത സർക്കാർ രൂപീകരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ, അന്ന് രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ പ്രധാനമന്ത്രി ആരാണ്? മൗലാന ബർക്കത്തുള്ള. മൗലാനയാണ് പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൗലാന ബർക്കത്തുള്ള. തലേക്കെട്ടും താടിയൊക്കെ ഉണ്ടായിരുന്നു ആ മൗലാനയ്ക്ക്. ഇന്നിരിക്കുന്ന മൗലാനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലേക്കെട്ട് കാണും, ദാടിയുണ്ട് സംഭവം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രാജാ മഹേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ ആരായിരുന്നു പ്രധാനമന്ത്രി? മൗലാന ബർക്കത്തുള്ള.
വിദേശകാര്യമന്ത്രി ചെമ്പക രാമൻ പിള്ളയായിരിക്കുമ്പോ ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? മൗലാന ഉബൈദുള്ള. ആഭ്യന്തരമന്ത്രി ഈ ആഭ്യന്തരമന്ത്രി അല്ല ഇപ്പൊ നമ്മളെ ആകപ്പാട് വിഷമിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി മൗലാന ഉബൈദുള്ള ആയിരുന്നു. യുദ്ധകാര്യമന്ത്രി മൗലാന ബഷീർ ആയിരുന്നു. 1911 സ്വതന്ത്ര ഭാരത സർക്കാർ ഇവിടെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ മഹത് വ്യക്തിത്വങ്ങൾ ആരായിരുന്നു? പണ്ഡിതന്മാരാ, ഉലമാക്കളായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്ക്. ഇതൊക്കെ ആരാ ഈ ഇന്ത്യ രാജ്യത്ത് ചെയ്തു കൊടുത്തത്? ആരാ ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഇൻഷാ അല്ലാഹ് അതൊക്കെ ചരിത്രം നമുക്ക് സൗകര്യം പോലെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാൻ, ഇതെല്ലാം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം സഹോദരങ്ങളെ അപേക്ഷിച്ചിടത്തോളം നമുക്ക് ഒന്നിപ്പോൾ NRC എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ ഒരു വേവലാതി വന്നു പോയത്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇന്ത്യ, ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പദം, ഇത് ഏത് പദാണ്? ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇതിന്റെ തുടക്കം ഏതാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ ഹിന്ദ് ഇത് ഇസ്ലാമിന്റെ പദമല്ലേ? ഇത് ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ വാക്കല്ലേ ഇത് ഹിന്ദ് എന്നുള്ളത്. ഈ ഹിന്ദിനെ കുറിച്ച് നബിതങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിനെ കുറിച്ച് സഹാബത്ത് ചർച്ച ചെയ്തിട്ടില്ലേ? ഈ ഹിന്ദിൽ സഹാബത്ത് വന്നിട്ടില്ലേ? കേരളത്തിൽ സഹാബി വന്നിട്ടില്ലേ? കേരളത്തിലെ ഭക്ഷണം സഹാബാക്കൾ നബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? നബിതങ്ങൾ അത് തിന്നിട്ട് ദുആ ചെയ്തില്ലേ? അതിന്റെ ബർക്കത്തല്ലേ കേരളത്തിൽ ഉണ്ടാവുന്നത്? അതുകൊണ്ടല്ലേ കേരള പച്ചയായിട്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തെ ഖൈറുള്ള, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് യൂറോപ്യൻകാർ പോലും പറയാനുള്ള കാരണം എന്താ? അറബികൾ ഇവിടെ വന്നു, ഖൈറുള്ള, ഇവിടുത്തെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് ഖൈറുള്ള, അള്ളാന്റെ ഖൈറുകൾ ലഭിച്ച നാടാണ് ഇത് എന്ന് മനസ്സിലാക്കുകയും ഇന്നും അറബികൾ ഈ കേരളത്തിൽ വന്ന് കാലുകുത്താനുള്ള കാരണം ആ ഹബീബായ തങ്ങളുടെ ദുആയാണ്. അത് ആലോചിക്കണം. നമുക്കിപ്പോ ഇച്ചിരി നിഅമത്ത് കിട്ടി, നമുക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി, കിബർ കൂടിപ്പോയി. കേരളക്കാരന്മാർ കുറച്ച് കിബർ കൂടിയപ്പോ പടച്ചവന്റെ പണിയാണ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കാനും അവിടെ ഇവിടെയൊക്കെ ഒഴിക്കാനും അവിടെ ഇവിടെ കിടങ്ങാറാക്കാൻ അള്ളാഹു തീരുമാനിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിന് ആദ്യം ശുക്ർ ചെയ്യണം. ഏറ്റവും വലിയ പരിഹാരം അതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വറസഖ്നാഹും മിനത്തയ്യിബാത്ത്. നല്ല ഭക്ഷണം കഴിക്കണം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. പച്ചയ്ക്കൊന്നും തിന്നരുത്. നിങ്ങൾ എന്തിനു വേവിക്കാതെ തിന്നണം? എന്തിനു വേവിക്കാതെ കഴിക്കണം? പച്ചയ്ക്ക് തിന്നാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസുണ്ട്. വേവിച്ച് കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലൈക്കും ബി അൽബാനിൽ ബഖർ ഫഇന്നഹാ ശിഫാഉം മിൻ കുല്ലി ദാ. പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ, അതിലും പല രോഗങ്ങൾക്കും പരിഹാരമാണ്, മരുന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പശുവിന്റെ പാല് കുടിക്കണം. പശുവിന്റെ പാല് കൊണ്ട് ചായ ഉണ്ടാക്കണം. പാൽ പൊടിയിട്ടല്ല ചായ ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ പറയും പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കിയതല്ല പാൽപ്പൊടി. അതൊക്കെ ഒരുപാട് ഹിക്മത്തുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ പാല് കുടിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നാ പശുവിന്റെ ഇറച്ചി തിന്നാനല്ല പറഞ്ഞത്, പശുവിന്റെ പാല് കുടിക്കണമെന്നാ പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. അലൈക്കും ബി അൽബാനിൽ ബഖർ, പശുവിന്റെ പാല് നിങ്ങൾ കുടിക്കണേ. ഫൈന്നഹാ തറുമ്മു മിൻ കുല്ലി ഷജർ, പല ഔഷധ സസ്യങ്ങളും അത് കഴിക്കുന്നത് കൊണ്ട് അതിൽ ധാരാളം ശിഫകൾ മനുഷ്യർക്കുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ നമ്മൾ കേൾക്കേണ്ടത്? ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കല്ലേ മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടത്? അത് നമ്മൾ കഴിക്കണം, തിന്നണം. ഇന്ന് പച്ചക്കറി, ഈ പച്ചക്കറിക്കകത്ത് മൊത്തവും വിഷമല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? പച്ചക്കറിയിൽ മൊത്തം വിഷമാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ? അതുകൊണ്ട് വന്ന് കുറെ മണിക്കൂറുകളോളം ഇപ്പൊ എല്ലാവർക്കും, ഞാനിപ്പോ ഈ പച്ചക്കറിയുടെ ഒക്കെ ഓരോരോ രഹസ്യങ്ങൾ പറയുമ്പോൾ ഇനി ഒരു പക്ഷേ ഇനി ചിലപ്പോൾ പച്ചക്കറി കച്ചവടക്കാരുണ്ട്, ഇയാൾ നമുക്കും പാര വെക്കുമെന്ന് പറയും. അങ്ങനെ ഒരിക്കലും കരുതരുത്. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ കാണും ഇല്ലേ? പച്ചക്കറി ഇപ്പൊ 1 കിലോ 4 കിലോ ഏത്തക്കായ്ക്ക് 100 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുമല്ലോ സംഭവം. അപ്പൊ ഞാൻ ചേമ്പ്, നല്ല വയനാടൻ ചേമ്പുകൾ, നല്ല ചേമ്പ്, ഇതൊക്കെ നമ്മൾ ഇതിന്റെയൊക്കെ ഹഖീഖത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഈ വലിയ ചേമ്പ് വരുന്നത്? എന്തുകൊണ്ടാണ് ഈ 4 കിലോയ്ക്ക് 100 റുപ്യക്കൊക്കെ ഈ ഏത്തയ്ക്ക് വരാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ പയറിനൊക്കെ ഇത്ര വില കുറവ്, ഈ പയറൊക്കെ ഇത്ര നീളത്തിൽ വരാനുള്ള കാരണം? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാവും. ഇതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത് ഉണ്ടാക്കുന്ന ഈ കൃഷിക്കാരുണ്ടല്ലോ, അവരിത് തിന്നൂല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി, ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കരമായ പാടത്ത് വലിയ കൃഷിയാണ്. എന്നിട്ട് അവര് താമസിക്കുന്ന ഒരു ചെറിയ ചെറ്റക്കുടലുണ്ട്. അവരവിടെ ചെറിയ പച്ചക്കറി. ഞാൻ ചോദിച്ചു, എന്നാ അണ്ണാച്ചി ഇത് തന്നെ അത് തന്നെ? അത് കേരളാവുക്ക് അനുப்புறதுக்கு, ഇത് എங்களுக்கு சாப்பிடுறதுக்கு. ഇത് നാങ്ക ഇങ്ങ സാപ്പിടുവോ, അത് കേരളാവുക്ക് അനുപ്പുവോ. കേരളാവിൽ അനുപ്പി നമ്മ എല്ലാം രോഗിയായി മാറും. അവന്മാർ നല്ല തിന്ന് ഇപ്പോഴും ഉണ്ടപ്പക്കുറുവിന്റെ കൂട്ടാ. വല്ല അസുഖം ഉണ്ടോ?
വല്ല അസുഖമുണ്ടോ? വയസ്സന്മാർക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? 10, 40, 50, 60, 70, 80 വയസ്സുള്ളവരൊക്കെ എന്താ റാഹത്തായിട്ട് അവർ ഓടി ഓടി പോവാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ, കുറെ കാര്യം പറഞ്ഞുതരാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കുറെ ചരിത്രവും നബിതങ്ങളോട്ടുള്ള ഒരു ബന്ധമൊക്കെ ഒന്ന് അറിയണം. നമ്മൾ വെറുതെ ഇന്ത്യക്കാരെ കേരളക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലത്തെ ഭക്ഷണം നബിതങ്ങൾ തിന്നു, എങ്ങനെ തിന്നു പറഞ്ഞുതരാം. ഇവിടെ ഇതൊക്കെ പഠിക്കണം, കുറെ ചരിത്രങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചുമ്മാ വാട്സാപ്പിൽ കളിച്ച് എപ്പോഴും തേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് നടക്കലല്ലാതെ കുറെ ചരിത്രങ്ങൾ പഠിക്കണം. നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടല്ലേ ഇത്? ഇവിടുന്ന് എവിടെ പോകാനാ നമ്മള്? നമ്മുടെ നാട് വിട്ടിട്ട് ഇത് എന്ത്? നമ്മുടെ മുൻഗാമികളൊക്കെ എന്ത് ത്യാഗം സഹിച്ച് രക്തമൊലിപ്പിച്ച് ഷഹീദായി ഇവിടെ ഉണ്ടാക്കിയതാണ്. ഡൽഹിയിലൊക്കെ ബ്രിട്ടീഷുകാരന്മാര് 2 ലക്ഷത്തോളം മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു 2 ആഴ്ച കൊണ്ട്. ചരിത്രങ്ങൾ വലുതാണ്, ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പോഴൊന്നും വിഷയമൊന്നും ഇവിടെ തീർക്കാൻ പറ്റൂല. നമ്മൾ ഖുർആന്റെ ഹദീസിന്റെ വീക്ഷണത്തിൽ ഞാൻ ഇങ്ങനെ പോകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ആ ചരിത്രം വരുമ്പോൾ ഞാൻ അതോടെ ഇടയ്ക്ക് കയറ്റിവിടാം. ഇൻഷാ അല്ലാഹ് ഒന്ന് പഠിച്ചോളി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മളോട് പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്ന് ഞാൻ പറയട്ടെ? ഇറച്ചി. ഇന്ന് അതാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇല്ലേ? എന്ന് അള്ളാഹ് പറഞ്ഞു ഏറ്റവും നല്ലത് ഇറച്ചിയാണെന്ന്. അള്ളാഹ് പറയുന്നു കേൾക്കോ? റസൂലുള്ളാഹി പറയുന്നു കേൾക്കോ? ഡോക്ടർമാർ പറയുന്നു കേൾക്കോ? വെജിറ്റബിൾ കഴിക്കണം. വെജിറ്റബിൾ ആണ് മൂസാ നബിയുടെ അനുയായികൾ കഴിച്ചത്. വെജിറ്റബിൾ ആണ് കഴിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറച്ചി കൊടുത്തവരെ അനുഗ്രഹിച്ചു. അപ്പോഴും അവർ പറഞ്ഞു, മൂസാ വൈദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമി വാഹിദ് ഫദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. മൂസാ, ഒരു ഭക്ഷണം കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താതെ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് കുറെ കൂടി ഭക്ഷണം നൽകാൻ പറയണേ. ഒന്നുകൂടെ പറ, കുറച്ചുകൂടെ ഭക്ഷണം കിട്ടട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ഭക്ഷണം എടുത്തു. ഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഉള്ളി, സവാള, പയറ്, പച്ചക്കറി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ഇറച്ചി അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവര് പറഞ്ഞു ഇത് പോരാ ഇനിയും വേണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ വാക്ക്, ഖാലാ തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഇസ്രായേലി സമൂഹമേ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിളിനേക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് നിങ്ങൾക്ക് നാം നൽകിയത്, അതായത് മാംസാഹാരം. അള്ള പറഞ്ഞ വാക്ക ഇറച്ചിയാണെന്ന്. ഏറ്റവും നല്ല ഭക്ഷണം ഇറച്ചിയ നല്ല ശരി, അതിനകത്ത് മായമില്ലല്ലോ. കുത്തിവെച്ചാൽ അത് ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുത്തിവെച്ച് ഇക്കുമത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ കോഴിക്കകത്തൊക്കെയാണ് കുത്തിവെക്കൽ പരിപാടികളൊക്കെ ഉള്ളത് സംഭവം. അതുകൊണ്ട് ചെറിയ കോഴികളെയാണ് ചിലർ കഴിക്കുന്നത്. കാരണം ഇത് കുത്തിവെക്കുന്നതിന് മുമ്പ് അതിനൊരു ചെറിയൊരു സമയപരിധിയുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴികളൊക്കെ കൂടുതൽ കഴിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ബബിൾസ് പോലെ ആയി പോകുന്നത്. അതിലേക്ക് ഇനി കിടക്കണ്ട, പോകട്ടെ. ഇനി അവസാനം ഇനി കോഴിക്കച്ചവടക്കാർക്ക് ഇയാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഭാര വയ്ക്കുമെന്ന് പറയും. അതുകൊണ്ട് പോട്ടെ, അതിൻ്റെ ഇക്കുമത്തുള്ളൊന്നും ഞാൻ പറയുന്നില്ല സംഭവം. പക്ഷെ കോഴിയില്ല നമുക്ക് ജീവിക്കാനും പറ്റില്ല. പൊരിച്ച അൽഫാമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ കട്ടപ്പൊക്കെയല്ലേ. കോഴി മന്തി ഇല്ലെങ്കിൽ നമ്മുടെ കാലിൽ മന്തി പിടിക്കുന്ന പോലെ ആയിപ്പോ സംഭവം. അതില്ലെന്ന് കുട്ടികൾക്ക് തന്നെ കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവർ തിന്നാൻ തയ്യാറാണ്. വേറെ ഒന്നും വേണ്ട, കോഴി എന്ന് പറഞ്ഞാൽ എന്ത് വേണം തിന്നാൻ തയ്യാറാണ്. എന്നാൽ അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് ആടായിരുന്നു. ആടിൻ്റെ ആ വലത് കൈ, ആ ഭാഗം നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദ ഡോക്ടർമാർ പറയും, പഥ്യം ഉണ്ടല്ലോ, നമ്മൾക്ക് പഥ്യം മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം, അവർ പറയും ഇറച്ചിയോ മീനൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ആട്ടിറച്ചി കഴിച്ചോളാൻ പറയും, ആട് കഴിക്കാൻ പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദു ഇദാമി അഹ്ലിൽ ജന്ന അല്ലഹ്മു. സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ നേതാവ് അത് ബീഫാണ്, അത് ഇറച്ചിയാണ്, മാംസാഹാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വർഗത്തിലെ മക്കളായ മുസ്ലിങ്ങൾ കഴിക്കുന്നത് ബീഫാണ്. മനസ്സിലായില്ലേ? സ്വർഗത്തിലല്ലാത്തവർ ഇത് ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ഇതൊക്കെ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഇസ്തിംബാത്തുകളുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണം ഇറച്ചിയാണെന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഒരു ആഡംബരം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ദിവസം തോറും ചോദിക്കുമായിരുന്നു, പടച്ചവനെ എനിക്ക് നീ എല്ലാ ദിവസവും ഇറച്ചി നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്,
ഒരുപക്ഷെ അത് ചോദിച്ചാൽ ഒരു ആഡംബരമായി പോകും. എല്ലാ ദിവസവും മുഹമ്മദ് നിനക്ക് ഇറച്ചി വേണമില്ലേ? അതൊരു ആഡംബരമല്ലായിരുന്നുവെങ്കിൽ ഞാൻ ദിവസേന നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ, ഇറച്ചിതാ പടച്ചവനെ എന്ന് ചോദിക്കുമായിരുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിക്കണം, പക്ഷേ അമിതമാകരുത്. അതല്ല പറയുന്നത്. ഇറച്ചി കഴിച്ചതുകൊണ്ട് ഇപ്പം ശരി, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പൊ എന്താ LSHC എന്താണ് പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടില്ലേ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അതിന്റെ ആഹാരം എന്താ? അരി ആഹാരം ഒഴിവാക്കുക, ഇറച്ചി മാത്രം തിന്നുക. മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തിനാ ഇപ്പൊ വേറെ ഞാൻ മുസ്ലിയാക്കന്മാർ വെറുതെ കള്ളം പറയാണോ? നമ്മൾ ഈ ഖുർആനും ഹദീസും ഒക്കെ ഓതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരില്ല. ഇപ്പോഴത്തെ പുതിയ ഒരു ടെക്നോളജി ഇറങ്ങിയിരിക്കുകയാണ്. ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി, ഭാരം കുറയ്ക്കാൻ വേണ്ടി 60 കിലോക്കാരനൊക്കെ 10 കിലോ കുറച്ചു, 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഇത്ര കുറച്ചു. എന്താണ് അവരുടെ ഭക്ഷണം? എന്താ? അരിയാഹാരം ഒഴിവാക്കുക, 200 ഗ്രാം 300 ഗ്രാം ഇറച്ചി തിന്നുക. എന്നാ അറ്റാക്ക് വന്ന് അടിച്ചു പോകണ്ടേ? ഈ ദിവസം തോറും ഈ ചങ്ങാതി തിന്നുന്നത്, ബീഫൊക്കെ തിന്നുന്ന കണ്ടു കഴിഞ്ഞാൽ അമ്മക്ക് തന്നെ വിഷമം വന്നു പോകുന്നത്. എന്നിട്ട് ആരെങ്കിലും മരിച്ചു പോയോ? റാഹത്തായിട്ട് അവരത് കഴിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ ഗുണമുണ്ടെന്നല്ലേ? ഖുർആനല്ല ഈ പറഞ്ഞ വാക്ക്. ഇതിൽ ഗുണമുണ്ടെന്ന് നബിതങ്ങളും പറഞ്ഞു, അള്ളാഹുവും പറഞ്ഞു. തീർച്ചയായിട്ടും അതിൽ ഗുണമുണ്ട്. പച്ചക്കറിയെക്കാളും ഗുണമുള്ളത് ഇറച്ചിയാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്. പച്ചക്കറിയിലത്തെ ഗുണം ഇപ്പൊ എന്താ പ്രശ്നമല്ലേ? ഇപ്പൊ ബ്രാഹ്മണന്മാർക്ക് അറ്റാക്ക് വരുന്നില്ലേ? പച്ചക്കറി മാത്രം തിന്നുന്നവരാണ്. എത്ര പേരുണ്ട് അറ്റാക്ക് വന്നവർ? എത്ര പേർക്ക് മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്? ക്യാൻസർ പിടിച്ചവരുണ്ട്. ഇറച്ചി തൊട്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. ഇറച്ചിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇറച്ചി വെച്ചല്ലേ പല പല ലേഹ്യങ്ങള്, വേലിയാടിൻ രസായനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന. പിന്നെ എവിടുന്നാണ്? പോട്ടെ, അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, നല്ല ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകി. അത് വേവിച്ച് കഴിക്കണം, നല്ലതുപോലെ വേവിച്ച് കഴിക്കണം. ഇപ്പൊ പറയുന്നത് എന്താ? ശാസ്ത്രം പറയുന്നത് എന്താ? നല്ലതുപോലെ വേവിച്ച് തിന്നണേ. അതെ, ചുമ്മാ കടിച്ചു പിടിച്ച് കറുമുറ തിന്നുന്നത്. മുട്ടയൊക്കെ കോഴിക്കൂട്ടി എടുത്തിട്ട് തട്ടുക, പൊട്ടിക്കുക പാടില്ല. മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെ തട്ടി അങ്ങോട്ട് പച്ചയ്ക്ക് അടിക്കല്ലേ. അതേപോലെ ബുൾസെ ഒരു ഭാഗം വേവുന്നുള്ളൂ, അടുത്ത ഭാഗം വേവുന്നില്ല. അതുകൊണ്ട് അത് വേവിച്ച് കഴിക്കണം. അത് ബുൾസയൊക്കെ അടിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളി. നീ ബുൾസയ്ക്ക് ഇയാൾ താണ്ട എതിര് പറയാൻ പോവാണല്ലോ, പടച്ചവനെ ആ കച്ചവടം നിർത്തി കളയാൻ പോവാന്ന് എന്ന് ധരിക്കരുത്. അതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേവിച്ച് കഴിക്കുക സഹോദരങ്ങളെ. പച്ചയ്ക്ക് തിന്നരുത്. അതാണ് ഈ പച്ചയ്ക്ക് തിന്നുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പൊ തന്നെ ശാസ്ത്രം പറയുന്നില്ലേ, ഏതും നിങ്ങൾ വേവിച്ച് കഴിക്കും, നല്ലതുപോലെ വേവിച്ച് കഴിക്കും. അപ്പോൾ അതിന്റെ എല്ലാ ന്യൂനതകളും മാറിക്കിട്ടും. മാത്രമല്ല, വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് തിരിച്ച് വീണ്ടും രണ്ടാമത് വേവിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ളത് കഴിക്കി. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, കുലൂ യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ കഴിക്കണേ, നിങ്ങൾ കുടിക്കണേ, നിങ്ങൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ദുർവ്യയം അരുതേ, അമിതമാകരുതേ, മിതമായ തോതിൽ കഴിക്കണേ. എങ്കിൽ അതിൽ നിന്ന് ഒരു രോഗവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. മിതമായ തോതിൽ കഴിക്കുക. ഇപ്പൊ കല്യാണത്തിന് വിളിച്ചു പറഞ്ഞു കുട്ടൻ മന്തി ഉണ്ട്, മട്ടൻ മന്തി ഉണ്ടെന്ന് പറഞ്ഞ് സംഭവം മറ്റുള്ളവന്റെ അന്നേരം വയറ് നമ്മുടെ അല്ലേ. ഇതെല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് മൂലത്തിൽ നിന്ന് സാധനം താഴോട്ട് വരുന്നുമില്ല, എന്നാൽ മുകളിലോട്ട് ഗ്യാസും കയറുന്നില്ല, ആകെ പെരുകിയിരിക്കുകയാണ്. എന്താ പരിഹാരം എന്നറിയില്ല. ഒരു കല്യാണത്തിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വെച്ച് കിട്ടിയത് ആളെ എഴുതേക്കാൻ വയ്യ. അള്ള പറഞ്ഞു, മോനെ തിന്ന്, നീ കൂടുതൽ തിന്നരുത്, കൂടുതൽ തിന്നാൽ നിനക്കത് പ്രശ്നമാകും. വലാ തുസ്രിഫ്, അള്ള പറഞ്ഞ വക്കതാണ്. വയറ് നിറയ്ക്കുന്നത്, അമിതമായി വയറ് നിറയ്ക്കുന്നത് സൂക്ഷിക്കണേ. കമാ ഖാല റസൂലുള്ളാഹി, മിതമായി വയറ് നിറയ്ക്കുന്നത് സൂക്ഷിക്കണം. വയറ് നിറച്ചിട്ട് രാത്രി ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. അതിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ, രാത്രിയെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് കുട്ടികളൊക്കെ ഉറക്കിയിട്ടായിരിക്കും അവരുടെ കാര്യം പരിപാടി തുടങ്ങുന്നത്. പാടില്ല. വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വെള്ളം കുടിക്കാനും പാടില്ല. ഇത് ക്ഷീണം കണ്ടിട്ട് പിന്നെയും പടപടപടാന്ന് വെള്ളം കുടിക്കുക, എല്ലാം നമ്മൾ ഉൾട്ടായാ ചെയ്യുന്നത്. എന്നിട്ട് പല അസുഖങ്ങളും വരും. ഇതിനൊക്കെ എല്ലാത്തിനും കപ്പലണ്ടി, അണ്ടി, എന്താ കപ്പലണ്ടി എന്നാ പറയാ? അണ്ടി, എന്താ അതിന്റെ പേര്? കപ്പലണ്ടി, കടല. ആ കടലയുടെ തൊലിയോടുകൂടി കഴിക്കണം. അതാണ് തിബ്ബുൻ നബവി, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ആ കടലയ്ക്കകത്തുള്ള ഗ്യാസ് മാറ്റാൻ ഈ തോലിലാണ് മരുന്നുള്ളത്. പക്ഷെ നമ്മൾ ആ തോല് കളഞ്ഞിട്ട് കടല മാത്രം കഴിക്കൂല്ലേ? സംഭവം എല്ലാം തിരിഞ്ഞു കുത്തിയില്ലേ? എന്നിട്ട് അള്ളാഹുവിനെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം മൊത്തം തിരിഞ്ഞാണ് നമ്മൾ ചെയ്തത്. മൊത്തം
അതെല്ലാം ഉൾട്ടായിപ്പോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്താലുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് ഒരു നിലയ്ക്കും ഒരു രോഗം ഉണ്ടാവില്ല. വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുന്നത് പോലെ കുടിക്കണം. പതുക്കെ 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 അങ്ങനെ കുടിക്കാവൂ. ഇത് ഒറ്റ ലിറ്റർ. ഇതെന്താ ഇത് ബോണറ്റ് പൊക്കിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. വെള്ളമെല്ലാം കൂടെ ഒറ്റ ലിറ്റർ ഒരേപോലെ കുടിക്കാണ്. അങ്ങനെ കുടിക്കരുത്. ചായ കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കണം. ബിസ്മി പറഞ്ഞ് ഓരോ മുടക്ക് വീതം വെള്ളം കുടിക്കണം. ഓരോ മുടക്കിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ശരീരത്തിന് ഗുണമുണ്ടാവും. ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല. അതേപോലെ ക്ഷീണിച്ച് വിയർത്ത് വരുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. ആ വിയർപ്പ് തീർന്നിട്ട് വെള്ളം കുടിക്കാവൂ. ക്ഷീണിച്ച് വന്നിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കുളിക്കാൻ പാടില്ല. ഒരുപാട് തിബ്ബുൻ നബവി ഉണ്ട് പഠിക്കാൻ. ശരീരത്തിന്റെ ആരോഗ്യം അത് നമ്മൾ സൂക്ഷിക്കണം. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അല്ല രോഗം പടരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. അതുകൊണ്ട് അല്ലാഹ് ഹലാലാക്കിയത് കഴിക്കുക, ഹറാമാക്കിയത് വർജിക്കുക. ഹറാമായത് നമ്മൾ കഴിക്കാൻ ശ്രമിച്ചാൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് അല്ലാഹു വരെ പരീക്ഷിക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ് അല്ലദീ ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുല്ലദീന മലൗ. മുൻകാലങ്ങളിൽ കേട്ടിട്ട് പോലുമില്ലാത്ത മാരകമായ രോഗങ്ങളെ കൊണ്ട് അല്ലാഹു ഈ സമൂഹത്തെ പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ലത് തിന്നണേ, നല്ലത് കുടിക്കണേ. അല്ലാഹു ഹറാമാക്കിയത് നമ്മൾ ഉപേക്ഷിക്കണേ. പരിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളോട് പറയുകയാണ്. വീണ്ടും അല്ലാഹു പറയുകയാണ് വഫല്ലലനാ അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകലമാന സൃഷ്ടികളെക്കാൾ പടച്ചവൻ നമ്മളെ ആദരിച്ചിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നമ്മളെ ബഹുമാനിച്ചിരിക്കുകയാണ്. അവൻ നമ്മളെ ശ്രേഷ്ഠരാക്കി, ഉത്തമരാക്കി. മാലാഖമാരെക്കാളും ശ്രേഷ്ഠരാക്കിയ സമൂഹമാണ്, ശ്രേഷ്ഠരാക്കപ്പെട്ട സമൂഹമാണ് ഈ പാതിരാ സമയത്ത് ഇവിടെ തടിച്ചുകൂടിയതെങ്കിൽ ഓർക്കണേ, അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്ന കാലഘട്ടത്തോളം അല്ലാഹു നമ്മളെ വേദനിപ്പിക്കുകയേ ഇല്ല. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദിയുള്ള കാലഘട്ടത്തോളം അല്ലാഹു നിങ്ങളെ ഒരു ശിക്ഷയും നൽകി വേദനിപ്പിക്കുകയേ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ.